എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് വെച്ചാൽ ക്രിയയുടെ ശേഷം നമ്മൾ ഹേ ചേർക്കുകയാണെങ്കിൽ എന്തായി ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയാണ് ജാന. ജാന എന്ന് പറഞ്ഞാൽ പോവുക. ജാന എന്ന് എഴുതിയ ശേഷം ഹേ ചേർക്കുക. ജാന ഹേ എന്തായി പോകണം അല്ലെങ്കിൽ പോകേണ്ടതുണ്ട്. ഇനി ആന. ആന എന്ന് പറയുന്ന ക്രിയയുടെ ശേഷം ഹേ ചേർക്കുക. ഹേ ആന ഹേ ആന ഹേ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ വരണം. കർണ ചെയ്യുക. കർണ ഹേ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ കാന കഴിക്കുക അല്ലേ. കാന ഹേ കഴിക്കണം അല്ലെങ്കിൽ കഴിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഹേ ഒഴിവാക്കിയിട്ട് അതിന് പകരം എന്ത് ചേർക്കണം? താ ചേർക്കണം. എന്നുവെച്ചാൽ ക്രിയയുടെ ശേഷം നിങ്ങൾ താ ചേർക്കുകയാണെങ്കിലോ അതിനർത്ഥമായി ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നായി. ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാൻ പറയാണ് ജാന പോവുക. ജാന ഹേ ആണെങ്കിലോ ചെയ്യണം ചെയ്യേണ്ടതുണ്ട്. ജാന ഥ. ജാന ഥ ആണെങ്കിലോ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആനാഥ. ആനാഥ വരണമായിരുന്നു അല്ലെങ്കിൽ വരണുണ്ടായിരുന്നു. കർണാഥ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, ജാന എന്ന് പറഞ്ഞാൽ പോവുക എന്നോ പോകേണ്ടതുണ്ടായിരുന്നു. ആന വരേണ്ടതുണ്ടായിരുന്നു. കർണ ചെയ്യുക. കർണാഥ ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാന കഴിക്കുക. കാനാഥ കഴിക്കണമായിരുന്നു അല്ലെങ്കിൽ കഴിക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയാണ് എനിക്ക് ഇന്നലെ നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് വേറെ എവിടെയോ പോകാനുണ്ടായിരുന്നു. പറയാം ജാന ഥ. ഥ ഉപയോഗിക്കണം. പറയാ അപ്പം എനിക്കെന്ന് പറയാം മുജെ ഉപയോഗിക്കാം അല്ലെങ്കിൽ മേർക്കോ അല്ലെങ്കിൽ അപ്പൻകോ. ഓക്കെ, മുജെ വഹാ ജാന ഥ. മുജെ വഹാ ജാന ഥ എനിക്ക് അവിടെ പോകണമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഇനി എനിക്ക് ഇവിടെ വരേണ്ടതുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ഇവിടെ വരണമായിരുന്നു അല്ലെങ്കിൽ വരേണ്ടതുണ്ടായിരുന്നു. പറയാം മുജെ യഹാ ആനാ ഥ. മുജെ യഹാ ആനാ ഥ. മുജെ വോ കർണാ ഥ. മുജെ വോ കാനാ ഥ എനിക്കത് കഴിക്കണമായിരുന്നു. മുജെ വോ പീനാ ഥ എനിക്കത് കുടിക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ഇവിടെ നമുക്കറിയാം എനിക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 വേർഡ്സ് ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? മുജെ നോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ്. മേർക്കോ എന്നും പറയാറുണ്ട്. അപ്പുൻകോന്നും ചില സമയങ്ങളിൽ പറയാറുണ്ട്. പക്ഷെ നോർമലായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? മുജെ അല്ലെങ്കിൽ മേർക്കോ. രണ്ടാമതാണ് ആപ്കോ. ആപ്ക അല്ല ആപ്കോ. ആപ്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണ്. ആപ്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്. ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ആപ്പ് നിങ്ങൾ. ഓക്കെ, ആപ്ക നിങ്ങളുടെ. ആപ്കോ നിങ്ങൾക്ക്. അതുപോലെ തുംകോ നിങ്ങൾക്ക്. തുമേ രണ്ടും പറയാം. തുംകോ എന്നും പറയാം തുമേന്നും പറയാം നിനക്ക്. അതുപോലെ ഉസ്കോ എന്നും പറയാം ഉസേന്നും പറയാം. ഉസ്കോ എന്നും പറയാം ഉസേന്നും പറയാം അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക്. ഇനി നമുക്ക് ഹംകോ എന്നും പറയാം ഹമേന്നും പറയാം. ഹംകോ എന്നും പറയാം ഹമേന്നും പറയാവുന്നതാണ്. അതുപോലെ അവർക്കാണെങ്കിലും അവർക്ക് ഉൻകോ എന്ന് പറയാം ഉനേന്നും പറയാം. ഓക്കെ, ഇനി നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. പാസ്റ്റ്, അതുകൊണ്ട് നമ്മൾ കുത്താ ഉപയോഗിക്കും. ആദ്യം എനിക്ക് മുജെ ആണല്ലോ. ഇന്നലെ കൽ അത് കുഴപ്പമില്ല. അവിടെ എന്താണ്? വഹാ. മുജെ കൽ വഹാ. അത് കഴിഞ്ഞിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. പോകുക ജാന. ഈ ജാന എന്ന് പറയുന്ന ക്രിയയുടെ ശേഷം ചേർക്കുക. താ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? പാസ്റ്റായി. പോകേണ്ടതുണ്ടായിരുന്നു. എന്തായി? മുജെ കൽ വഹാ ജാന ഥ. ഉണ്ടോ? സിമ്പിളാണ്. മുജെ കൽ വഹാ ജാന ഥ. മുജെ കൽ വഹാ ജാന ഥ. എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിലോ മുജെ കൽ വഹാ നെഹി ജാന ഥ. അവിടെ നെഹി ചേർക്കുക. അതാണ് നെഹി ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? മുജെ കൽ വഹാ നെഹി ജാന ഥ. എനിക്ക് ഇന്നലെ അവിടെ പോകണമായിരുന്നില്ല എന്നായി. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം ചോദിക്കാം. ക്യാ എന്ന് പറയുന്ന വേർഡ് ഇവിടെ സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് അവൻക്ക് ഇത് ഇന്ന് രാവിലെ ചെയ്യണമായിരുന്നു. അവൻക്ക് ഇത് ഇന്ന് രാവിലെ ചെയ്യണമായിരുന്നു. അവന്തായി? അവൻക്ക് അവനെന്താ പറയാ? ഉസേ അല്ലെങ്കിൽ ഉസ്കോ രണ്ടും പറയാം. ഉണ്ടോ? അവൻക്ക് പറയാം. ഉസ്കോ അല്ലെങ്കിൽ ഉസേ രണ്ടും പറയാം. ഉസ്കോ അല്ലെങ്കിൽ ഉസേ. ഇത് യേ. ഓക്കെ, ഉസേ യേ ഇന്ന് രാവിലെ ആജ് സുബേ ചെയ്യണമായിരുന്നു. ചെയ്യുക കർണ
പ്ലസ് ത കർണാ ത എന്തായി ഉസേ യെ ആജ് സുബേ കർണാ ത ഉസേ അല്ലെങ്കിൽ ഉസ്കോ യെ ആജ് സുബേ കർണാ ത അവൻക്ക് ഇത് ഇന്ന് രാവിലെ ചെയ്യണമായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം എങ്ങനെ ഉസേ യെ ആജ് സുബേ നഹി കർണാ ത ഉസേ യെ ആജ് സുബേ നഹി കർണാ ത ഇന്ന് രാവിലെ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല എന്നായി. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ നോക്കാം. അവൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ടായിരുന്നു. അവൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവൾക്ക് ഉസേ എന്ന് പറയാം, കണ്ടോ, ഉസേ എന്നും പറയാം, ഉസ്കോ എന്നും പറയാം. ഉസ്കോ ഉസേ എന്ന് പറഞ്ഞാൽ അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് എന്നാണ്. അപ്പോൾ അവൾക്ക് എന്തായി ഉസേ എഴുതിയല്ലോ. നിങ്ങളോട് ആപ്സേ ഓക്കെ, നിങ്ങളോട് ആപ്സേ, അവനോട് ഉൻസേ. ഓക്കെ, സേ ചേർക്കാവുന്നതാണ്. സേ ആ കഴിഞ്ഞിട്ട് സേ ചേർക്കുക. ഓക്കെ, ഉസേ നിങ്ങളോട്, ആപ്സേ എന്തോ കുച്ച്. ഓക്കെ, എന്തോ. ഉസേ ആപ്സേ കുച്ച് പറയുക ബാത് കർണ എന്ന് പറഞ്ഞാൽ പറയുക എന്നായി. ബാത് കർണ താ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി. അപ്പൊ നമ്മുടെ മൂന്നാമതാണ് അവൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് എന്ന് പറയാം ഉസേ. നമുക്ക് ഉസ്കോ എന്ന് പറയാവുന്നതാണ്, ഉസേ എന്ന് പറയാവുന്നതാണ്. ഉസ്കോ ഉസേ എന്ന് പറഞ്ഞാൽ അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഉസേ അല്ലെങ്കിൽ ഉസ്കോ രണ്ടും എഴുതാം. ഉസേ നിങ്ങളോട് ആപ്സേ, ആപ്പ് എഴുതുക എന്നിട്ട് സേ ചേർക്കുക. ആപ്സേ നിങ്ങളോട്. അവനോട് എന്നാണെങ്കിലോ ഉസ്സേ അല്ലെങ്കിൽ ഉൻസേ എന്നൊക്കെ പറയാം. എന്താണ് ഒന്നാമത്? അവൾക്ക് ഉസേ നിങ്ങളോട്, ആപ്സേ എന്തോ കുച്ച് പറയാനുണ്ടായിരുന്നു. പറയുക ബാത് കർണ നമ്മൾ പറയുക എന്നാണ്. ബാത് കർണി തീ. ഓക്കെ, ബാത് കർണി തീ. ഇവിടെ അവൾക്കായതുകൊണ്ടാണ് നമ്മൾ തീ ഉപയോഗിച്ചത്. ഓക്കെ, ഉസേ ആപ്സേ കുച്ച് ബാത് കർണി തീ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം എങ്ങനെ? ഉസേ ആപ്സേ കുച്ച് ബാത് നഹി കർണി തീ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ ക്രിക്കറ്റ് കളിക്കണമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറയാം. കണ്ടോ, ഞങ്ങൾക്ക് എന്താണ്? ഹംകോ എന്നും പറയാം അല്ലെങ്കിൽ ഹമേ എന്നും പറയാം. ഹംകോ അല്ലെങ്കിൽ ഹമേ എന്ന് പറയാം. ഞങ്ങൾക്ക് ഹമേ അല്ലെങ്കിൽ ഹംകോ. ഇന്നലെ രാവിലെ കൽ സുബേ, കണ്ടോ, ഇന്നലെ രാവിലെ കൽ സുബേ ക്രിക്കറ്റ് കളിക്കണമായിരുന്നു. കളിക്കുക എന്താണ്? കേൽന ത ചേർക്കൂ. എന്താണ്? കേൽന ത ചേർക്കുക. കേൽന കളിക്കുക, കേൽന ത കളിക്കണമായിരുന്നു. കേൽന ഹേ കളിക്കണം അല്ലെങ്കിൽ കളിക്കേണ്ടതുണ്ടെന്നായി. അപ്പൊ ഹമേ കൽ സുബേ ക്രിക്കറ്റ് കേൽന ത. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് എഴുതാം. ഹമേ കൽ സുബേ ക്രിക്കറ്റ് നഹി കേൽന ത. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്താണ് എനിക്ക് മിനിഞ്ഞാന്ന് എൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യണമായിരുന്നു അല്ലേ? അപ്പൊ എനിക്ക് എന്ന് പറയാ മുജേ അല്ലെങ്കിൽ മേർക്കോ. മുജേ മിനിഞ്ഞാന്ന് പർസോ എൻ്റെ ജോലി അപ്നാ കാം. മുജേ പർസോ അപ്നാ കാം നല്ല രീതിയിൽ അച്ഛേ തരീക്കേസെ എന്നാണ്. അച്ഛേ തരീക്കേസെ. അപ്പോൾ മുജേ പർസോ അപ്നാ കാം അച്ഛേ തരീക്കേസെ ചെയ്യണമായിരുന്നു. കർണ ചെയ്യുക, കർണാത്ത ചെയ്യണമായിരുന്നു. അച്ഛ തരീക്കേസെ കർണാത്ത. കണ്ടോ? ഇനി നിങ്ങളൊരു 2-3 സെന്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമന്റ്സ് അയക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ചെയ്യാൻ മറക്കരുത്. आपको बहुत बहुत धन्यवाद.